കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കിങ്ങനെ ഒരുമിച്ച് ഒരിക്കൽ കൂടി വചനദീപ്തിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കൂടി കൊണ്ടുവരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സാവകാശം ഒരുക്കി തന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യാദൃശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയും ദൈവഹിതമുള്ളതായിരിക്കാം. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അതതിന്റെ പൂർണ്ണതയിൽ കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ദിവസവും ഒന്നിനൊന്ന് മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ് കടന്നു വരുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിൽ ഭാരപ്പെട്ടിരുന്നപ്പോഴാണല്ലോ ഈ സാക്ഷ്യം കേട്ടത്, എന്റെ ജീവിതത്തെ അത് വളരെയധികമായി ടച്ച് ചെയ്യുകയും എന്റെ ജീവിതത്തോട് ദൈവം ഇടപെടുകയും ചെയ്തല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ നേരെ ഒരു തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോഴും തകർന്നു പോകാതെ നിലനിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തെങ്കിലും അനുഗ്രഹീതയായ ഒരു കർത്തദാസിയാണ് നമുക്ക് നമ്മുടെ വചനദീപ്തി പ്രേക്ഷകരോടൊത്ത് നമ്മുടെ സാക്ഷി കൂടാരത്തിലേക്ക് ലഭിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ദാസി ജിജി മോനായിക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവർ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ പരിചയപ്പെടുത്തുകയും തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മോടൊത്ത് പങ്കുവെക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസി നമുക്ക് ക്ഷണിക്കാം. കർത്താവിന്റെ ദാസി, കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊത്ത് കൂട്ടി വരുത്തിയതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകലിൽ ഞങ്ങളോടൊത്ത് കടന്നു വരുവാൻ കാണിച്ച സന്മനസ്സിന് ഞങ്ങൾ ആദ്യമേ നന്ദി അറിയിക്കുന്നു. വചനദീപ്തിയുടെ പ്രേക്ഷകരായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും വളരെയധികമായി ആകാംക്ഷയോടെ സാക്ഷ്യം കേൾക്കുവാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ ദാസിയെ വളരെ സ്നേഹത്തോടും തികഞ്ഞ ആദരവോടും കൂടി ഞങ്ങളുടെ വചനദീപ്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ജോയിൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒന്ന് പറയാമോ? ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കടമ്പനാട് ഐവറുകാല എന്ന സ്ഥലത്ത് നിന്നാണ്. അപ്പം മക്കൾ എത്ര പേരാണ്? എനിക്ക് മക്കള് 2 പേര്. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോന് ബിടെക് കഴിഞ്ഞു നിൽക്കുന്നു. മോള് BSc നഴ്സിംഗിന് വെല്ലൂര് പഠിച്ചുകൊണ്ട് 3rd ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കടമ്പനാട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഓക്കെ, കടമ്പനാട്ടിൽ നിന്ന്. ഞങ്ങളുടെ വചനദീപ്തിയിൽ ഇന്ന് പകൽക്കാലം കടന്നു വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിക്ക് തുടർന്ന് സാക്ഷ്യങ്ങൾ പറയുവാൻ അവസരമുണ്ട്. അതിനു മുൻപായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവെ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അനുഗ്രഹീതമായ നിമിഷം ഞങ്ങൾക്ക് സമ്മാനിച്ചല്ലോ. കഴിഞ്ഞ രാത്രി ക്ഷേമമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിച്ചു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണരുവാനും ദൈവത്തെ മഹത്വീകരിപ്പാനും ഇടയാക്കി. കർത്തദാസിയെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളെ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം. ആത്മാർത്ഥതയോടെ കർത്തസന്നിധി ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഏൽപ്പിക്കുന്നു. ഒന്നും മറച്ചു വെക്കാതെ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കർത്തദാസിയെ കരങ്ങളിൽ വഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസിക്ക് തന്റെ സാക്ഷ്യങ്ങൾ തുടരാം. തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളെ, തന്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകളെ, കർത്തൃവേലയിലായിരിക്കുന്ന അനുഭവങ്ങളെ, കർത്താവ് ജീവിതത്തിന്റെ അനുനിമിഷവും കരം പിടിച്ച് നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഞങ്ങളോട് ഇന്ന് പകൽക്കാലം പങ്കുവെക്കുമ്പോൾ കർത്താവിന്റെ ദാസി വളരെ പ്രാർത്ഥനാപൂർവമായിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട ദിവസം മുതൽ ഇന്ന് വരെയും വളരെ പ്രാർത്ഥനാപൂർവമായിരുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിങ്കൽ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ ആയിരിക്കുന്നു കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം കേൾക്കുവാൻ. അതിനായിട്ട് കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസിക്ക് തുടർന്ന് സാക്ഷീകരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷം വചനദീപ്തി എന്ന പ്രോഗ്രാമിലൂടെ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു സാക്ഷ്യമായി നിൽപ്പാൻ നല്ലവനായ ദൈവം ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ഹല്ലേലൂയ എന്നെ ക്ഷണിക്കുവാന് ഹല്ലേലൂയ കർത്താവിന്റെ ദാസി എബി ബിനോയ് എന്ന കർത്തദാസിയിലൂടെയാണ് പ്രിയ ആന്റി ബീന തോമസ് ആന്റിയെ പരിചയപ്പെട്ട് ഇങ്ങനെ ഒരു ഹല്ലേലൂയ പ്രോഗ്രാമിലേക്ക് സാക്ഷ്യത്തിലേക്ക് എന്നെ ഹല്ലേലൂയ ക്ഷണിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു വരി പാട്ട് പാടി എന്റെ ജീവിതാനുഭവങ്ങളിലേക്ക് കടക്കുവാൻ ദിവസം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്, കണ്ണുനീരെല്ലാം യേശു മാറ്റിടുമേ. കരയേണ്ട ദുഃഖത്താൽ
കർത്തനുണ്ട്. കണ്ണുനീരെല്ലാം യേശു മാറ്റിയിടുമേ. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും. പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട്. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും. പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട്. സാരമില്ല ഈ സങ്കടങ്ങൾ മാറിപ്പോകും. ഈ വേദനകൾ സാരമില്ല ഈ സങ്കടങ്ങൾ മാറിപ്പോകും. ഈ വേദനകൾ മാറിപ്പോകാതൊരു വാഗ്ദത്തമുണ്ടിനി. ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി. ആ നല്ല നാളുകൾ വേഗം വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ കർത്താവിന് ഹല്ലേലൂയ സന്നിധിയിൽ എന്റെ ജീവിത അനുഭവങ്ങളിലൂടെ കർത്താവിന് ഹല്ലേലൂയ സാക്ഷിപ്പാൻ ദൈവം ഒരുക്കുന്ന അവസരത്തെ ഓർത്ത്, അതിന് മുഖാന്തരം മുറിക്കുക പ്രിയ ആന്റിയെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ പേര് ജിജി എന്നാണ്. എന്റെ സ്വന്തം ദേശം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന ഒരു സ്ഥലത്താണ് എന്റെ ഹല്ലേലൂയ ജന്മസ്ഥലം. ഞങ്ങൾ 5 മക്കളില് മൂന്നാമത്തെ മകളായി ഹല്ലേലൂയ ഞാൻ ജനിച്ചു. അതായത് എന്റെ പിതാവ് ഒരു കർത്തൃവേലക്കാരനായിരുന്നു. എന്റെ ജനനത്തോടനുബന്ധിച്ച് എന്റെ കർത്താവിന്റെ വേലയ്ക്കായി ഹല്ലേലൂയ മർത്തോമ കുടുംബ ഹല്ലേലൂയ സമുദായത്തിൽ ഹല്ലേലൂയ ആയിരുന്ന എന്റെ പിതാവ് എന്റെ ജനനത്തോട് ഹല്ലേലൂയ അനുബന്ധിച്ച് കർത്താവിന്റെ ഹല്ലേലൂയ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഒരു കർത്തൃവേലക്കാരനായി മാറി. ഞങ്ങൾ 5 മക്കളില് മൂന്നാമത്തവളാണ് ഞാൻ. 3 ഹല്ലേലൂയ ആൺമക്കളും 2 പെൺമക്കളുമാണ്. അതിൽ മൂത്തവളാണ് ഞാൻ. ഹല്ലേലൂയ എന്റെ പിതാവ് കർത്തൃവേലയോടനുബന്ധിച്ച് ഹല്ലേലൂയ പല സഭകളിൽ കർത്തൃവേല ചെയ്യുന്നതിൽ ഒത്തിരി പ്രയാസങ്ങൾ അപൂരിച്ചു പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തില് ഞങ്ങള് ഹല്ലേലൂയ മക്കൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിട്ട സാഹചര്യങ്ങളിൽ കർത്താവ് അവിടെ എല്ലാം ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രതിസന്ധി, എന്റെ പിതാവിന് ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു. കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയ സാഹചര്യങ്ങളിൽ അവിടെയൊക്കെ സ്വർഗത്തിലെ ദൈവം താങ്ങും തണലുമായി നിന്നും കർത്താവിന്റെ ഹല്ലേലൂയ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ഹല്ലേലൂയ 2019 എന്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടത്. ഒരു ഹല്ലേലൂയ ആക്സിഡന്റിനോടനുബന്ധിച്ച് ചില ദീർഘനാളുകൾ കിടക്കയിലായിരുന്നു. അങ്ങനെയാണ് എന്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എന്റെ അനുഭവം പറയുവാണെങ്കിൽ ഞാൻ ഹല്ലേലൂയ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം എനിക്കൊരു ചെറിയ ജോലിയോടനുബന്ധിച്ച് കമ്പ്യൂട്ടറും ടൈപ്പ് റൈറ്റിംഗും ഒക്കെ പഠിച്ച് ഞാൻ ബോംബെയുടെ പ്രദേശത്ത്, എന്റെ 2 ബ്രദർ ബോംബെയുടെ പ്രദേശത്തുണ്ട്. അവരോടൊപ്പം ഞാൻ കടന്നുപോയി ആയിരുന്ന സാഹചര്യങ്ങൾ, ചെറിയ ജോലിയോടനുബന്ധിച്ച് ആയിരുന്ന സാഹചര്യത്തില് കർത്താവ് ഹല്ലേലൂയ ആ അനുഭവങ്ങളിൽ എന്റെ വിവാഹ സമയത്തോടൊക്കെ എനിക്ക് ആയ സമയത്ത് എനിക്ക് ഹല്ലേലൂയ വിവാഹം നടത്തണമെന്നുള്ളതായ തീരുമാനത്തിൽ പിതാവ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ നാട്ടിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഞാൻ അവിടെയും ബോംബെയിൽ എല്ലാ മീറ്റിങ്ങുകൾക്കും കടന്നു പോകും. അങ്ങനെ ഒരു മീറ്റിങ്ങിന് കടന്നുപോയ സാഹചര്യത്തിൽ ഒരു കർത്താവിന്റെ ദാസൻ എന്റെ അടുത്ത് വന്ന് എന്നോട് ദൂത് പറഞ്ഞു, എന്റെ മകളെ ഹല്ലേലൂയ നീ ഹല്ലേലൂയ ജോലിയോടനുബന്ധിച്ചായിരിക്കുന്നെങ്കിലും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്റെ വേല ചെയ്യണം എന്നുള്ളതാണെന്ന് എന്നോട് കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടു. പക്ഷെ എനിക്ക് അതിൽ ഹല്ലേലൂയ ഒട്ടും താല്പര്യമില്ലാത്തൊരു അനുഭവത്തിലായിരുന്നു. കാരണം എന്റെ പിതാവ് ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ആയിരുന്നു കർത്താവിന്റെ വേല ചെയ്ത്. അതില് ഹല്ലേലൂയ തലമുറകളാവുന്ന ഞങ്ങൾക്ക് 5 പേർക്കും കർത്താവിന്റെ വേല ചെയ്യാൻ വലിയ താല്പര്യമില്ലാതെ ആയിരുന്ന സന്ദർഭത്തില് ഹല്ലേലൂയ 5 പേരും കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായിരുന്നു എന്റെ പിതാവും മാതാവും. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ പഠനത്തോടനുബന്ധിച്ച് ചെറിയ ചെറിയ ജോലികളുമായി ഹല്ലേലൂയ ഞങ്ങൾ ബോംബെയുടെ പ്രദേശത്തായിരുന്ന സാഹചര്യങ്ങളിൽ ദൈവാലോചന അവിടെ കേട്ടുവെങ്കിലും ഞാൻ അത് ഹല്ലേലൂയ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നാട്ടിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു. ജോലി സ്ഥലത്ത് നിന്ന് 1 മാസം അവധിയോടനുബന്ധിച്ചാണ് ഞാൻ കടന്നു വന്നത്. നാട്ടിൽ വന്ന എന്റെ പിതാവ് എനിക്ക് വേണ്ടി വിവാഹാലോചനകളൊക്കെ പലതും
നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ ജോലിക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ കടന്നു വരുമ്പോൾ അത് ക്രമീകരണങ്ങൾ വരാതെ കർത്താവിന്റെ വേലക്കാരുമായുള്ള വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് ക്രമീകരണങ്ങളാവുമ്പോൾ ഞാൻ അതിന് തടസ്സം പറഞ്ഞുകൊണ്ട് എനിക്ക് ജോലിക്കാരെ മതി, എനിക്ക് വിവാഹം, അതായത് എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാനുള്ളതായ ഒരു താല്പര്യമോ മനസ്സോ എന്നിൽ അത്രത്തോളം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ പിതാവിനോട് പറഞ്ഞ് മാറി മാറി നിൽക്കുന്ന ഒരു അവസരത്തില് പിതാവ് ഭവനത്തിൽ ഒരു പ്രാർത്ഥന വെച്ച് അവിടെ ഒരു കർത്തദാസനെ വിളിച്ചിട്ട് ദൈവാലോചന കേട്ടപ്പോൾ ആ ബോംബെയിൽ വെച്ച് എന്നോട് പറഞ്ഞ അതേ ദൈവാലോചന തന്നെ ഭവനത്തിലും ദൈവാത്മാവ് ഹല്ലേലൂയ കർത്താവിന്റെ ദാസനോട് എന്നോട് അറിയിച്ചു. അന്നേരം എന്റെ പിതാവ് പറഞ്ഞു, നീ എന്റെ വേല ചെയ്താൽ മതി, അത് മറുതലിച്ചു പോയാൽ നിനക്ക് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് നല്ല അടിയിളക്കം ലഭിക്കുമെന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ദിവസം രാത്രി കാലങ്ങൾ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവെ, ഞാനൊരു ജോലിയോടനുബന്ധിച്ച് ഞാൻ തീരുമാനമൊന്നും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് എടുത്തിട്ടില്ലല്ലോ, ജോലിയോടനുബന്ധിച്ചാണല്ലോ എനിക്ക് അങ്ങനെയുള്ള ഒരു ക്രമീകരണം തരണമെന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു എന്റെ വേല ചെയ്യണമെന്ന്. പിന്നെ എന്നോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയും അങ്ങനെ ഞാൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ കർത്തൃവേലയിലേക്ക് ഞാൻ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യാൻ അങ്ങനെയുള്ള ആലോചനകളെ ഹല്ലേലൂയ ക്രമീകരിക്കുവാൻ അങ്ങനെ പറഞ്ഞു. ആ ഒരു സാഹചര്യത്തില് അങ്ങനെ ഞാൻ നാട്ടിൽ അല്ലെങ്കിൽ ഭവനത്തിലായിരിക്കുമ്പോൾ എന്റെ പിതാവ് അങ്ങനെ എന്റെ വിവാഹാലോചന കർത്തദാസന്മാരുടെ ആലോചനയ്ക്ക് വേണ്ടി അങ്ങനെ പറയുകയും അങ്ങനെ എനിക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ഒരു കർത്തദാസനെ ഹല്ലേലൂയ, അതായത് ഹല്ലേലൂയ കൊല്ലം ജില്ലയിൽ കൊണ്ടുവരുന്ന സ്ഥലത്ത് നല്ലില എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കർത്തദാസനെ എനിക്ക് വേണ്ടി ഒരുക്കി. കർത്തദാസന്റെ ജീവിതത്തിൽ ഒത്തിരി ഹല്ലേലൂയ പ്രതിസന്ധികളിലൂടെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു കർത്തദാസനായിരുന്നു. അതായത് കർത്താവിന്റെ ദാസനായ യാക്കോബ പാരമ്പര്യത്തിൽ നിന്ന് ഏക മകനാണ്, 3 സഹോദരിമാരാണ്. ഹല്ലേലൂയ സാഹചര്യത്തില് പട്ടാളത്തില് ഒരു ജോലിയോടനുബന്ധിച്ച് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ കർത്താവ് വ്യക്തമായി കർത്താവിന്റെ ദാസനോട് ഇടപെട്ട് ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഹല്ലേലൂയ വേർതിരിക്കണമെന്ന് അങ്ങനെ കർത്താവിന്റെ ദാസന ആലോചന ഏറ്റെടുത്തുകൊണ്ട് അവിടെ ജോലി 5 വർഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് റിസൈൻ ചെയ്തിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനും മണക്കാല ബൈബിൾ കോളേജിൽ പഠിക്കുവാനും ഹല്ലേലൂയ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മൂത്ത 2 സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു. ഇളയ ഒരു സഹോദരന്റെ വിവാഹം നടത്തുവാനുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്റെ വിവാഹം നടക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഹല്ലേലൂയ എന്നെ വന്ന് കണ്ടു. അങ്ങനെ കാര്യങ്ങളൊക്കെയും എനിക്ക് ആദ്യം ഹല്ലേലൂയ വിഷമമെന്ന് തോന്നിയ സന്ദർഭത്തിൽ പിന്നീട് ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്കാണെന്നുള്ള ഒരു സാഹചര്യത്തില് ഞാൻ കർത്താവിനോട് ഹല്ലേലൂയ പറഞ്ഞ, കർത്താവെ ഞാൻ എന്നെ അപ്പച്ചന്റെ വേല ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനുമായിട്ട് ഹല്ലേലൂയ 1997 ഞങ്ങളുടെ വിവാഹം നടന്നു. ഹല്ലേലൂയ അതിനുശേഷം ഹല്ലേലൂയ ബൈബിൾ കോളേജ് മണക്കാല ബൈബിൾ കോളേജിൽ പഠനം പൂർത്തീകരിച്ച് ഞങ്ങളെ ഹല്ലേലൂയ ശാരോണ്ടതായ ഹല്ലേലൂയ ആ ഒരു അനുഭവത്തിലുള്ള കർത്തൃവേലയ്ക്ക് വേണ്ടി ഞങ്ങളെ ഹല്ലേലൂയ വേർതിരിച്ച് ഞങ്ങളെ ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയച്ചു. ആദ്യത്തെ ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് പുതിയതായിട്ട്, അതായത് ഹല്ലേലൂയ ആരും ഹല്ലേലൂയ പ്രവർത്തിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളെ അയച്ചത്. ഒരു കുടുംബം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങളെ അവിടെ അയച്ചു. ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ആ ദേശത്ത് കടന്നുപോയി. ഞങ്ങൾ ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്റെ ഭവനത്തില് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഹല്ലേലൂയ മാതാവും പിതാവും ഒരു സഹോദരി വിവാഹം നടക്കുവാനുണ്ട്. സാമ്പത്തികമായി എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് ഹല്ലേലൂയ റിസൈൻ ചെയ്ത് വന്ന സാഹചര്യത്തിൽ ബന്ധുക്കളൊക്കെ വളരെ പല രീതിയിൽ നല്ലൊരു ജോലിയുള്ള ഉണ്ടായിട്ട് അത് കളഞ്ഞ് ഹല്ലേലൂയ പെന്തക്കോസ്തിൽ പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ഹല്ലേലൂയ വേദനിപ്പിച്ച സാഹചര്യത്തില് അതെല്ലാം ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ വിശ്വാസത്തോടെ പിടിച്ചു നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണല്ലോ അത് അന്ത്യത്തോളം നടത്തുന്ന ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെന്നുള്ളതായ ഹല്ലേലൂയ ആ വിശ്വാസം കർത്താവിന്റെ ദാസനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ ഞങ്ങള് ഹല്ലേലൂയ ആദ്യത്തെ പ്രവർത്തനം ആരുമില്ലാത്ത സ്ഥാനത്ത്, ഹല്ലേലൂയ വിശ്വാസികളായിട്ട് ആരുമില്ലാത്ത സ്ഥാനത്താണ് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തത്. അവിടെ ചില വർഷങ്ങൾ ചെയ്തതിനു ശേഷം വീണ്ടും ചർച്ചകളുള്ളിടത്തേക്ക് ഞങ്ങളെ അയച്ചു. അങ്ങനെ ശാരോൺ പ്രസ്ഥാനത്തിൽ പല പല സഭകളിൽ ഞങ്ങൾ കർത്താവിന്റെ വേലയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ആദ്യത്തെ പ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ വെച്ച് ഞങ്ങൾക്ക് കർത്താവ് ഹല്ലേലൂയ ഒരു തലമുറയെ തന്നു. ഹല്ലേലൂയ മോനെ ഹല്ലേലൂയ അങ്ങനെ കർത്താവിന്റെ വേലയുമായി ഞങ്ങൾ കടന്നു പോകുമ്പോൾ പൈതലിന്റെ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾക്ക് കയ്യിൽ ഹല്ലേലൂയ സാമ്പത്തികമായിട്ടൊന്നും ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു. കർത്താവോടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതി പൈതൽ വളർന്നു വന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം ഞങ്ങൾ പല സ്ഥലങ്ങളിലും കർത്താവിന്റെ വേല ചെയ്തു. ഞങ്ങൾ ഹല്ലേലൂയ കടന്നു പോകുന്ന പല സഭകളിലും ഹല്ലേലൂയ ഒന്നി ചർച്ച് കാണത്തില്ല, ഒന്നി പാസ്റ്റേജ് കാണത്തില്ല. അങ്ങനെ കർത്താവിന്റെ കൃപയാല് ഞങ്ങൾ ശുശ്രൂഷിച്ച സഭകളിലൊക്കെയും പല സഭകളിലും
ഞങ്ങൾക്ക് ചർച്ച് പണിയുവാനും ഹല്ലേലൂയ പാസനേജ് ഇല്ലാത്തടത്ത് പാസനേജ് പണിയുവാനും ഒക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി. അതിൻ്റെതായ ഒത്തിരി പ്രതികൂലങ്ങൾ എനിക്ക് എങ്ങനെ ആ സാഹചര്യങ്ങൾ അപ്പോഴത്തെ ഞാനിപ്പോ ഓർത്ത് പറയുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. ചർച്ച് പണിയുന്ന സാഹചര്യത്തിൽ കർത്താവോടൊക്കെ ഹല്ലേലൂയ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ദൈവജനത്തിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ കൂടെ ചെയ്തു കൊടുക്കുവാൻ ഞങ്ങളെ ഉപയോഗിച്ചത് കൊണ്ട് കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾക്ക് നിലനിൽപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഞങ്ങൾക്ക് മറക്കുവാൻ കഴിയാത്ത ചില സന്ദർഭങ്ങളും ചില ഹല്ലേലൂയ സഭകളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളായിരുന്നുവെങ്കിലും ദൈവോടെ ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ വിശേഷാൽ ഞങ്ങൾ തേവലക്കര ഹല്ലേലൂയ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഹല്ലേലൂയ അവിടെയും ചർച്ചില്ലായിരുന്നു. ഹല്ലേലൂയ അവിടെ ഒരു വർഷം കൊണ്ട് ഒരു ചർച്ചും അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളിലൂടെ ഉപയോഗിച്ചു എന്ന് മാത്രമാണ്. ഹല്ലേലൂയ സാധുക്കളായ ദൈവമക്കളായിരുന്നു അവിടെ ഉള്ളത്. കർത്താവ് ഹല്ലേലൂയ അവിടുത്തെയും പ്രവർത്തനം ഹല്ലേലൂയ ചർച്ച് പണി ഹല്ലേലൂയ പൂർത്തീകരണം കഴിഞ്ഞ് ഞങ്ങൾ ഒരു യാത്ര കടന്നു പോകുന്ന സാഹചര്യത്തില് വലിയൊരു ആക്സിഡന്റ് ഞങ്ങൾ അകപ്പെട്ടു. കർത്താവിന്റെ ദാസന്റെ ഹല്ലേലൂയ വലത് കൈക്ക് അഞ്ചൊടിവും ഹല്ലേലൂയ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില് കൂടെ വളരെ പ്രയാസവും ഹല്ലേലൂയ ആയി കഴിഞ്ഞു. എന്റെ ജീവിതത്തിലും എനിക്കും ഹല്ലേലൂയ കൈക്ക് ലിഗമെന്റിന് പൊട്ടലും ഹല്ലേലൂയ വളരെ പ്രയാസത്തിലൂടെ ഞങ്ങൾ ഒരു മാസം ഹല്ലേലൂയ കറ്റാനത്തുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഹല്ലേലൂയ ട്രീറ്റ്മെന്റിലായിരുന്നു. ഹല്ലേലൂയ കർത്താവിടെ ഞങ്ങൾക്ക് സൗഖ്യം തന്നു. ദൈവമക്കളുടെ സഹകരണത്തിലും പ്രാർത്ഥനയിലും ദൈവമായ കർത്താവിടെ ഞങ്ങളുടെ ഹല്ലേലൂയ കണ്ണിനെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഞങ്ങളെ സൂക്ഷിച്ച് പിന്നെയും കർത്താവിന്റെ വേലയിൽ വളരെ സന്തോഷത്തോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 11ാമത്തെ ചർച്ചായ ഹല്ലേലൂയ അയ്യൂർകാല, അതായത് കടമ്പനാടിനടുത്തുള്ള അയ്യൂർകാല എന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തനം ഹല്ലേലൂയ ഞങ്ങൾ കടന്നു വന്ന് പ്രവർത്തിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ ദാസനോട് ചേർന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ ഒരു വ്യക്തിയാണ്. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞാൻ ദിവസത്തിലെടുത്ത തീരുമാനമാണ് ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യുന്നുവെങ്കിൽ നല്ല രീതിയിൽ തീക്ഷ്ണതയോടും ദൈവം തന്ന ഹല്ലേലൂയ ആത്മാർത്ഥതയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ അത് നിമിഷം വരെ ഞാൻ ചെയ്തു പോകുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ 2022 ഞങ്ങള് ഹല്ലേലൂയ അയ്യൂർകാല സഭയിൽ കടന്നു വന്നു. 2022 വളരെ ആത്മാർത്ഥതയോടെ ദൈവം എനിക്ക് തന്ന ചെറിയ താലന്തുകൾ ഹല്ലേലൂയ അത് ദിവസത്തിൽ ഞാൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഹല്ലേലൂയ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ആവോളം ഹല്ലേലൂയ ദൈവത്തിന് ആരോഗ്യത്തിനൊത്തവണ്ണം ഇതിന്റെ ഹല്ലേലൂയ ഇടയിൽ പറയുവാണെങ്കിൽ എന്റെ ശരീരത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നു, ഒത്തിരി വേദനകൾ കടന്നു വന്നു. ഹല്ലേലൂയ ഒത്തിരി പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. അവിടെയൊക്കെ സ്വർഗ്ഗത്തിന്റെ ദൈവം എനിക്ക് വിടുതൽ തന്നു, സൗഖ്യം തന്നു. ഹല്ലേലൂയ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ സഭാപ്രവർത്തനങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി വിഷയങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഒരു ചർച്ചിലാണ് പോയിരിക്കുന്ന പ്രയാസമല്ല മറ്റൊരു ചർച്ചിലാണ് പോയിരിക്കുന്നത്. ഞാൻ ദൈവത്തോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവേ ഇത്രേ ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ നിൽക്കുന്നതായിട്ടാണോ ഇങ്ങനെയൊക്കെയും ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ ഒരു തെറ്റും ഒരു വിഷയവും ജീവിതത്തിൽ ഇല്ലാതെ ഞാൻ ഹല്ലേലൂയ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ എനിക്ക് ഇത്രത്തോളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എന്താണെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഹല്ലേലൂയ അപ്പോഴും ദൈവവചനം തന്ന ഹല്ലേലൂയ എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവ സാന്നിധ്യം എന്ന ദൈവം ഹല്ലേലൂയ പലപ്പോഴും എന്നെ അറിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു പ്രത്യേക ദൈവകൃപ കർത്താവ്. ആദ്യമൊക്കെ പ്രശ്നങ്ങൾ ഹല്ലേലൂയ കേൾക്കുമ്പോൾ വേദനകളൊക്കെ കടന്നു വരുമ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവേ ഹല്ലേലൂയ ആർക്കുമില്ലാത്ത പ്രതിസന്ധിയാണല്ലോ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഹല്ലേലൂയ ഞാൻ വളരെ ആത്മാർത്ഥതയോടെ എന്റെ ശരീരത്തിലുള്ള ഒരു രോഗം പോലും ഞാൻ കണക്കിടാതെ ഏത് നിമിഷം ഏത് പ്രാർത്ഥന ഏത് കാര്യങ്ങൾക്കും കർത്താവിന്റെ ദാസനോട് ചേർന്ന് ഞാൻ കടന്നു പോകുന്നല്ലോ. ഞാൻ ഹല്ലേലൂയ ഭൗതികമായ സകലതും കർത്താവെ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ കളഞ്ഞ ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ വേലക്കാരിയായി തീർന്നപ്പോൾ എന്നെ എന്താണ് ഇത്ര പ്രതിസന്ധികളിലൂടെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പലപ്പോഴും ദിവസത്തിൽ ഹല്ലേലൂയ ഉരുവിട്ട സന്ദർഭങ്ങളുണ്ട്. കർത്താവോടൊക്കെയും ഹല്ലേലൂയ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് നിൽക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തന്ന ആദ്യമൊക്കെ ഒരു കരച്ചിലോട് ഹല്ലേലൂയ ചെറിയ പുറകോടൊക്കെ ഞാൻ കാണുന്നുവെങ്കിൽ പിന്നീട് എനിക്ക് അതിൽ ഹല്ലേലൂയ അതിശക്തമായ ഹല്ലേലൂയ ധൈര്യവും ഉറപ്പും കർത്താവ് തന്ന് എന്നെ നിർത്തുന്ന അനുഭവങ്ങളാണ് എന്റെ ശുശ്രൂഷയിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ കർത്താവിന്റെ വേല ഞങ്ങളായിട്ട് ഇപ്പം 28 വർഷത്തോളമായി കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുവാൻ ദിവസത്തിൽ ഞങ്ങൾക്ക് ഇടയാവും. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ് കർത്താവ് തന്നിരിക്കുന്നത്. മോൻ ബിടെക് കഴിഞ്ഞു നിൽക്കുന്നു, മോള് ഹല്ലേലൂയ നേഴ്സിംഗിന് 3ാം വർഷം CMC വെല്ലൂര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ കർത്താവ് ഹല്ലേലൂയ സഭ ഹല്ലേലൂയ ശുശ്രൂഷയിൽ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒത്തിരി പ്രയാസങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഹല്ലേലൂയ അവരെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ മാതാപിതാക്കളെ പോലെ അത്രത്തോളം ആത്മീയ തീഷ്ണത അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ തന്നെയും അവർ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ
കേൾക്കുമ്പോൾ അവർക്ക് വിഷമം തോന്നും. അവരിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, പപ്പയും മമ്മിയൊക്കെ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എന്താ ഇത്ര പ്രശ്നങ്ങളും ഭാരങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടുന്നതൊക്കെ ഞങ്ങളോട് ചോദിക്കുമ്പോൾ, മോനെ എല്ലാവർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാവർക്കും ഇല്ലാത്ത വേദനയൊക്കെ നമുക്ക് കർത്താവ് തരുമ്പോൾ നമ്മളെ ഒത്തിരി കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതിലൊന്നും നമ്മൾ പതറി പോകരുത്, ക്ഷീണിച്ചു പോകരുത്. കലപ്പിക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവനാരും രാജ്യത്തിന് കൊള്ളാവുന്നവനെല്ലാം തിരുവചനം പറയുന്നത് പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഇറങ്ങി തിരിച്ചുവെങ്കിൽ രണ്ടുപേരും ജോലിയിലായിരുന്നു, അതൊക്കെ കളഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ വേറെ തിരിച്ചുവെങ്കിൽ കഷ്ടതകൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ വരും. വചനം പറയുന്നുണ്ടല്ലോ, കഷ്ടതയില്ലാത്തൊരു ജീവിതമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തരണം ചെയ്ത് മുന്നേറുവാനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് തന്നോണ്ടിരിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മോള് ഹല്ലേലൂയ നല്ല ഒരു ഹല്ലേലൂയ പാടാനൊക്കെ കഴിവുള്ള ഒരു പൈതലാണ്. അവളും നല്ല ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ ഹല്ലേലൂയ അവള് ആയിരിക്കുന്നു. അവളെ ഇപ്പോൾ CMCയിലെ പ്രെയർ ഗ്രൂപ്പുകളിലും അവളെ ദൈവം വർഷിപ്പിലും ഒക്കെ ദൈവം അവളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ നടത്തുന്ന അനുഭവങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ 2023 എന്റെ ജീവിതത്തിൽ ജനുവരി മാസം ഹല്ലേലൂയ ഞാൻ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ എന്നാൽ കഴിവതോ സഹോദരി സമാജ കൂട്ടങ്ങളിൽ ഞങ്ങളുടെ ഹല്ലേലൂയ ശാരോൺ പ്രസ്ഥാനത്തില് എല്ലാ കഴിവ് ഞാൻ ഇരിക്കുന്ന ചർച്ചകളിലൊക്കെ ലേഡീസിന്റെ മീറ്റിംഗ് എന്തെല്ലാം കാര്യങ്ങൾ ഹല്ലേലൂയ സഹോദരിമാരാൽ ചെയ്യാൻ കഴിയുന്നതുണ്ടോ അതൊക്കെയും എന്നാൽ കഴിവുള്ളിടത്തോളം ഞാൻ ചെയ്തു പോന്നുകൊണ്ടിരുന്ന സാഹചര്യത്തില് 2023 ജനുവരി മാസം എന്റെ ജീവിതത്തില് അല്പമല്ലാത്ത ഒരു പ്രതിസന്ധി, ഒരു കൊടുങ്കാറ്റ് പോലെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ ഹല്ലേലൂയ കർത്താവിനോട് ചിന്തിച്ചു, കർത്താവ് എന്താണ് ശരീരത്തില് ഹല്ലേലൂയ യുവർകാല ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു വല്ലാത്ത വെല്ലുവിളിയുള്ള ദേശമാണെന്ന് അന്നപ്പോഴേ ഞങ്ങൾക്ക് അറിയപ്പെട്ടു. ഹല്ലേലൂയ ആത്മീയമായ ചർച്ചകളൊന്നും അധികമില്ല. ഹല്ലേലൂയ കടമനാടോട് കടന്നു ചെന്നാലേ അധികം ചർച്ചകളുള്ളൂ. ഹല്ലേലൂയ ഇവർകാല പ്രദേശത്ത് ഹല്ലേലൂയ അധികം ചർച്ചകളില്ല. അന്നേരം ദേശത്തിന്റെ വെല്ലുവിളി ഹിന്ദുക്കളാൽ നിറയപ്പെട്ട ഒരു പ്രദേശമാണ്. അതിന്റെ വെല്ലുവിളികളൊക്കെ ആയിരിക്കുമെന്ന് ചിന്തിച്ചു ഞാൻ ഹല്ലേലൂയ മുന്നോട്ട് കടന്നു പോയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെ എന്റെ വലത്തെ ബ്രസ്റ്റില് വല്ലാത്തൊരു വേദന ഇങ്ങനെ അനുഭവപ്പെട്ടു. ഞാൻ കർത്താവിനോട് ചോദിച്ചു പലതവണ, ഇങ്ങനെ വേദന എനിക്ക് സഹിക്കുവാൻ കഴിയാതെ കർത്താവ് എന്താണ്, എനിക്ക് ഷുഗർ ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് പോലെ ആയിരിക്കും എന്നുള്ള ചിന്തിച്ച് ഞാൻ ഹല്ലേലൂയ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് സഹിക്കുവാൻ കഴിയാത്ത വേദനകളായി മാറി. അങ്ങനെ ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ഹല്ലേലൂയ എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ആദ്യം പറഞ്ഞു സാരമില്ല. ഞാൻ മോളോടും പറഞ്ഞു, മോളെ മോള് നേഴ്സിംഗ് പഠിക്കുവാണല്ലോ, എന്താണ് മമ്മിക്ക് ഇങ്ങനെ ഒരു പ്രയാസം എന്ന് പറഞ്ഞപ്പോൾ മോളും പറഞ്ഞു, മമ്മി അത് വേദന ഉണ്ടെങ്കിൽ മമ്മിക്ക് പേടിക്കുകയൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഹല്ലേലൂയ സഹിക്കാൻ പറ്റാത്ത വേദനയിലൂടെ ഞാൻ കടന്നുപോയി. അങ്ങനെ ഞാൻ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, എനിക്ക് വേദന സഹിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ ദാസൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് ചിന്തിച്ചു. ഞങ്ങൾ അന്നേരം പോകുമ്പോഴും മനസ്സിൽ ഹല്ലേലൂയ ഷുഗറിൻ്റെതായിട്ടോ അല്ലെങ്കിൽ ഹല്ലേലൂയ കൊളസ്ട്രോളോ എന്തെങ്കിലും ആയിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മാത്രമാണ് ചിന്തിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നുപോയത്. ഞങ്ങൾ ഹല്ലേലൂയ കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കടന്നുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് വന്നിട്ട് ചെക്കപ്പ് ചെയ്ത് നോക്ക്, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ബ്രസ്റ്റിൽ ഒരു ചെറിയ ഫൈബ്രോയിഡ് ഉണ്ട്, അത് സാരമില്ല, അത് ബുദ്ധിമുട്ടെന്നുള്ളതല്ല എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്തോ വേണം ഇതിന്. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ പേടി അങ്ങ് മാറും, നിങ്ങൾ ഒരു മാമുയും ഹല്ലേലൂയ സ്കാനിങ്ങും ചെയ്ത് ഹല്ലേലൂയ കടന്നു വരാൻ പറഞ്ഞ് ഞങ്ങൾക്ക് എഴുതി തന്നു. ഞങ്ങൾ കൊല്ലത്ത് പോയി ചെന്ന് ഇത് രണ്ടും ചെയ്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞാൻ 2 ആഴ്ചത്തെ മരുന്നിന് കുറിച്ച് തരാം, വേദന അങ്ങ് മാറുമ്പോൾ വേണമെങ്കിൽ ആ ഫൈബ്രോയിഡ് ഹല്ലേലൂയ റിമൂവ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്നും മേടിച്ചു. ഞങ്ങൾ പാസ്റ്റേജിൽ വന്ന് പ്രാർത്ഥനയോടെ, കർത്താവെ എന്താണ് ഈ വേദന, രാവും പകലും എല്ലാം എപ്പോഴും എനിക്ക് സൂചി കുത്തുന്ന പോലെ ഒരു വേദന വരികയും ഭയങ്കരമായിട്ട് അത് സഹിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആവുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ ഹല്ലേലൂയ മരുന്ന് കഴിക്കുകയും മരുന്നിലൂടെ ഒരു കുറവും എനിക്ക് വരാതിരുന്നപ്പം വീണ്ടും ഞാൻ കർത്താവദാസനോട് പറഞ്ഞു, എനിക്ക് വേദന സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു. അന്നേരം എന്റെ ഫ്രണ്ട്സുകളൊക്കെ, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകളൊക്കെ എന്നോട് പറഞ്ഞു, ജിജി അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് എന്തിനാ പേടി അങ്ങ് മാറുമല്ലോ, ഒരു ബയോപ്സിക്ക് ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. ഹല്ലേലൂയ അങ്ങനെ ഞാൻ ഹല്ലേലൂയ കർത്താവദാസനോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ബയോപ്സി ചെയ്ത് നോക്കാം, വേദന മാറുന്നില്ല, ഗുളിക കഴിച്ചിട്ട്. അങ്ങനെ കർത്താവദാസൻ പറഞ്ഞു, ഓക്കെ എന്നാ നമുക്ക് ഹല്ലേലൂയ ഡോക്ടറോട് പറഞ്ഞിട്ട് ഒന്ന് ചെയ്യാം. അങ്ങനെ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, കടന്നു പോകാം, നമ്മൾ ബയോപ്സിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കടന്നു ചെന്ന് ബയോപ്സിക്ക് അയച്ചിട്ട് ഹല്ലേലൂയ ഞങ്ങൾ പോരുകയും ഹല്ലേലൂയ അതിന്റെ റിസൾട്ട് ഒരു ഹല്ലേലൂയ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ കടന്നു വന്നപ്പോൾ ഞങ്ങളെ വിളിപ്പിച്ചു, നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കുന്നു, കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറിന്റെ സമയത്തിൽ ഞങ്ങൾ അവിടെ ചെന്ന് ബയോപ്സി ലാബിൽ നിന്ന് ഞങ്ങളുടെ റിസൾട്ട് മേടിച്ച്
ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഹല്ലേലൂയ, നിങ്ങൾ റിസൾട്ട് നോക്കിയോ എന്ന് ചോദിച്ചു. കർത്താവദാസൻ പറഞ്ഞു, നോക്കിയോ, അത് ഒന്നും മനസ്സിലായില്ല. എന്നോടും ചോദിച്ചു, മാഡം റിസൾട്ട് നോക്കിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, റിസൾട്ട് നോക്കി, അധികം ഒന്നും മനസ്സിലായില്ല എന്ന് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ, മാഡത്തിന് ക്യാൻസറിൻ്റെതായ അവസ്ഥയിലാണ്, ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങൾ അത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഞാനും കർത്താവദാസനും മുഖത്തോട് നോക്കിയിട്ട് എന്ത് ചെയ്യണം, എന്തിന്, ഹല്ലേലൂയ, എന്ത് ഇതിന്റെ വിഷയം എന്ന് ചിന്തിച്ച് ഞങ്ങൾ രണ്ടുപേരും വളരെ ഭാരപ്പെട്ടു. കർത്താവിന്റെ വേല ചെയ്യുവാൻ എന്നോട് ദൈവദാസന്മാർ പറഞ്ഞു. ഞാൻ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് എന്നോട് പറഞ്ഞു. ഞാൻ ഒരു അനുസരണക്കേടും കാണിക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സന്തോഷത്തോടെ പൂർണ്ണ അനുസരണത്തോടെ ഇറങ്ങിയാണല്ലോ എനിക്ക് എന്താണ് ഈ കേൾക്കുന്നതെന്ന് ഞാൻ ആദ്യം ആ സമയത്ത് ചിന്തിച്ച് ഒത്തിരി മനസ്സിൽ ഭാരപ്പെട്ടു. എങ്കിലും കർത്താവിന്റെ ദാസനും അതിലും വളരെ ഭാരത്തോടുകൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എങ്ങനെ ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്നു ഞങ്ങൾക്ക് അറിയത്തില്ല. ആ ഒരു പ്രയാസത്തിലൂടെ ഞങ്ങൾ കടന്നു വന്നു. ഇവിടെ കടന്നു വന്നിട്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഞങ്ങളോടൊപ്പം ഇല്ലായിരുന്നു. ആരോട് എന്തോ പറയണം, എങ്ങനെ പറയണം എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തില് ഞങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടു. എനിക്ക് അപ്പോൾ മനസ്സിന് എന്നെ ദൈവം അല്ലെങ്കിൽ ധൈര്യം തന്നു. ഞാൻ കർത്താവദാസനെ ബലപ്പെടുത്തി. ഞാൻ പറഞ്ഞു, സാരമില്ല, ദൈവം അറിയാതെ ഒന്നും വരികയില്ല, ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് ധൈര്യപ്പെടാമെന്ന് പറഞ്ഞു കർത്താവദാസനെ ബലപ്പെടുത്തി വാഹനം ഓടിച്ച് ഞങ്ങളിവിടെ കടന്നു വന്നിട്ട് തുടർന്ന് അവിടെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു ടെസ്റ്റും കൂടെ ചെയ്ത് ഹല്ലേലൂയ കൺഫേം ആക്കണമെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്താം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഡോക്ടറെ ലെറ്റർ മേടിച്ച് ഞങ്ങൾ വിചാരിച്ച് നാളെ തന്നെ പോയി RCSലാകുമ്പോൾ നമുക്ക് എല്ലാം അതിന്റെ കൺഫേമായി നല്ല രീതിയിൽ മനസ്സിലാവുമല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ കർത്താവിന്റെ ദാസനും ആരോടും പറയാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കടന്നുപോയി. അവിടെ ചെന്ന് ഇതുപോലെ തന്നെ വിട്ടപ്പോൾ അവിടെ റിസൾട്ടിന്റെ സമയമായപ്പോൾ ഞങ്ങൾക്ക് വിളിച്ചു റിപ്ലൈ തന്നു, നിങ്ങൾക്ക് ക്യാൻസറിന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നു പോകാനിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷയം അറിഞ്ഞപ്പോൾ ഞാൻ ഹല്ലേലൂയ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് സാരമില്ല, ഇത് കർത്താവ് ജീവിതത്തിൽ തരുന്ന കർത്താവിന്റെ വേലയുടെ ഒരു ഭാഗമായി ഞാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകാനായിരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി കഷ്ടതകളിൽ വേദനകളിൽ ശുശ്രൂഷപരമായി അപൂരിച്ചത് ഈ അനുഭവത്തിൽ ഇതിങ്ങനെ എന്റെ ശരീരത്തോടുള്ള ഒരു പ്രയാസമായിരിക്കുമെന്ന് ചിന്തിച്ച് ഞാൻ അതിൽ ധൈര്യപ്പെട്ടു. കർത്താവിന്റെ ദാസനും അതിൽ ധൈര്യപ്പെട്ടു. കുഞ്ഞുങ്ങളെ എങ്ങനെ വിവരം വിളിച്ചറിയിക്കുമെന്ന് ചിന്തിച്ച് വളരെ ഭാരപ്പെട്ടു. കുഞ്ഞുങ്ങൾ രണ്ടുപേരോടും പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വളരെ വേദനയോടും കണ്ണുനീരോടും കൂടെ ആയിരുന്നു. എങ്കിലും അല്ലെങ്കിൽ മോൾ ഒത്തിരി വിഷമത്തിലായിരുന്നു. അവൾ ഫുഡ് പോലും കഴിക്കാതെ ചില ദിവസങ്ങൾ അവൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ കരയുവാനും ഒക്കെ ആയി. അങ്ങനെ കൂട്ടുകാരും അവിടെ ഉള്ളവരൊക്കെ അവളെ ധൈര്യപ്പെടുത്തി. അങ്ങനെ ഹല്ലേലൂയ പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് ചിന്തിച്ച് കർത്താവിനോട് പിന്നെ ചർച്ചില് ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ ഞങ്ങൾ ഹല്ലേലൂയ പറഞ്ഞു. ദൈവമക്കളെ കേട്ടപ്പോൾ വളരെ ഭാരപ്പെട്ടു. എങ്കിലും എല്ലാവരുടെയും വാക്കുകൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ തുടർന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ള ചിന്ത ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾ ഇരിക്കുന്ന സഭകളിലൊക്കെ പല പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നപ്പോൾ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എങ്ങനെ എന്തോ ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ ഞങ്ങൾ പതറി നിന്ന ഒരു സന്ദർഭമായി പോയി. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ചർച്ചിലെ ഞങ്ങൾ അവിടുത്തെ RCSലെ റിസൾട്ട് വന്നപ്പോൾ ഇനി ഇതിലുള്ള മറ്റ് ഹല്ലേലൂയ കാര്യങ്ങളാണല്ലോ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ ഹല്ലേലൂയ RCS തന്നെ ചെന്നു. അവിടെ ചെന്ന് ഡയറക്റ്റ് ഞങ്ങൾ ഹല്ലേലൂയ അവിടെ ചെന്ന് ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഹല്ലേലൂയ കാറ്ററിംഗിലുള്ള ഒരു ഇന്റർവ്യൂവിലാണ് ഞങ്ങൾ കിട്ടിയത്. ഞങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ക്ലിനിക്കിലേക്ക് വിട്ടു. സി ക്ലിനിക് എന്ന് പറഞ്ഞ ഹല്ലേലൂയ സ്ഥലത്തേക്ക് ഞങ്ങളെ വിട്ടു. അവിടെ വിട്ടപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കിയത് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ലെന്ന് ദൈവജനം പറയുന്ന പോലെ ഒരു പ്രയാസം ജീവിതത്തിൽ നേരിട്ടാൽ അതിനൊരു പരിഹാരം വരുത്തുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതായ വലിയ ഹല്ലേലൂയ ധൈര്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഹല്ലേലൂയ ഒരു വിശ്വാസിയായ ഒരു ഹല്ലേലൂയ ഡോക്ടർ ആയിരുന്നു. ഞങ്ങൾ ആ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ കർത്താവിന്റെ ദാസനെ കണ്ടപ്പോഴേ ഡോക്ടർ മനസ്സിലായി പാസ്റ്റർ ആണെന്ന്. അങ്ങനെ ചോദിച്ചു, എന്താ പ്രയാസം എന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ ഇതൊക്കെ കാര്യങ്ങൾ റിസൾട്ടുകളൊക്കെ കൊടുത്തു. അന്നേരം ഡോക്ടർ പറഞ്ഞു, പാസ്റ്ററെ ഇതുപോലെ 6 മാസം കഴിയാതെ ഒന്നും നടക്കത്തില്ല, കാരണം ഒരുപാട് ഡിലേ ആവും, ഡേറ്റുകളൊന്നുമില്ല, എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം സാറിനോട് റിക്വസ്റ്റ് ചെയ്തു, സാറേ 6 മാസം വരെ എങ്ങനെ വെയിറ്റ് ചെയ്യും, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞതാണല്ലോ, എന്തെങ്കിലും ഒരു പരിഹാരം വരുത്തുവാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ പ്രയാസത്തോട് ഞങ്ങൾ ഹല്ലേലൂയ അവിടെ ഇരിക്കുന്നത് ഡോക്ടർ മനസ്സിലായിട്ട് പറഞ്ഞു, കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണിച്ചതാണ്, ഒരു ഡേറ്റുകളും ഇല്ല, ഒരു കാര്യം ചെയ്യും പാസ്റ്റർ പ്രാർത്ഥിക്കുക. ഞങ്ങൾ പോയത് ഫെബ്രുവരി മാസമായിരുന്നു.
ഡോക്ടർ പ്രാർത്ഥിക്കുക, ദൈവം ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് തരുവാണെങ്കിൽ ഞാൻ ഉടനെ അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വന്നു. ഹല്ലേലൂയ. സ്റ്റേജിലായിരിക്കുമ്പോൾ കർത്താവ് തിരുഹിതം എന്തെന്ന പോലെ ചെയ്യണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഞങ്ങളുടെ ദാസന്മാരുടെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ഇതായിട്ട് നിൽക്കുന്നത് കൊണ്ട് കർത്തദാസിമാരെ എന്റെ വിഷയം അറിഞ്ഞപ്പോൾ എന്റെ ഈ വിഷയം ഒരു എല്ലാ ഗ്രൂപ്പുകളിലും പ്രാർത്ഥിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം അവർ ഈ എന്റെ മെസ്സേജ് അറിയിക്കുകയും സഭയായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. അതേപോലെ മാർച്ച് മാസം 27-ാം തീയതിയിലേക്ക് ഡോക്ടർ ഒരു അപ്പോയിന്റ്മെന്റ് തന്നിരിക്കുന്നു ഓപ്പറേഷന് വേണ്ടി എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. മാർച്ച് മാസം 27-ാം തീയതി എന്റെ ഓപ്പറേഷന് നടക്കുവാനിടയായി. ഞങ്ങൾ ചിന്തിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ല. അങ്ങനെ എന്റെ ആ ഫൈബ്രോയിഡ് മാത്രം അവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു വിട്ടു. അതിനു മുൻപായി എനിക്ക് ഷുഗർ ഹൈ ആയി മാറി. ഞാൻ ഡോക്ടർ പറഞ്ഞു ഷുഗർ കുറയാതെ ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ചില ആഴ്ചകൾ ഹോസ്പിറ്റലിൽ കിടന്ന് എന്റെ ഷുഗർ ഇൻസുലിൻ ചെയ്ത് കുറച്ച് അങ്ങനെ ഷുഗർ കുറഞ്ഞിട്ടായിരുന്നു ഞാൻ വീണ്ടും RCCയിലേക്ക് കടന്നു പോകേണ്ടി വന്നത്. അവിടെ ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളെ അവിടെ നിന്ന് പുറത്ത് റൂം എടുത്ത് ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു. മുഴുവൻ ഡൈനേജ് അത് ക്ലീൻ അതൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെക്കപ്പുകളൊക്കെ കഴിയാതെ വരാൻ പറ്റുകയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് കുറച്ച് ദിവസം പുറത്ത് റൂം എടുത്ത് താമസിച്ചു. താമസത്തിന് ശേഷം പിന്നെ പാസ്റ്റേജിൽ കടന്നു വന്നിട്ട് കൂടെ എനിക്ക് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് അതിൻ്റെതായ അസ്വസ്ഥതകൾ വേദനകളാൽ വളരെ ഭാരപ്പെടുന്നു. ഞാൻ പിന്നെയും ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ടുപോകുന്നു. ഡോക്ടറെ കാണുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലൂടെ എന്റെ ഓപ്പറേഷൻ ചെയ്ത പാവം കരിഞ്ഞു കിട്ടി. അതിനുശേഷം പിന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ വീണ്ടും കടന്നു ചെല്ലണമെന്ന്. അങ്ങനെ കടന്നു ചെന്നപ്പം പറഞ്ഞു ഇനിയും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ചിന്തിച്ചു കർത്താവ് ഇനി എന്തൊക്കെയാണ് ഇനി ഉള്ളതെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു ഒരു 8 കീമോ എടുക്കണം, അതിനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇനി ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് നേരിട്ടില്ല. രണ്ടാമത്തെ കീമോ പോയപ്പോൾ എനിക്ക് വളരെ പ്രയാസം നേരിട്ടു. എന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു ഇപ്പം പോലും മുടിയില്ലാത്ത അനുഭവത്തിൽ ഞാനായി. വളരെ ഭാരപ്പെട്ടു. എനിക്ക് ശരീരത്തിന് ഒത്തിരി ക്ഷീണങ്ങളും അസ്വസ്ഥതകളും വന്നു. കീമോ എടുക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവേ എനിക്ക് ഈ കീമോ എങ്ങനെ ഞാൻ 8 എണ്ണം ഞാൻ എടുക്കും എനിക്ക് അറിയത്തില്ല. ഷുഗറിന്റെ കംപ്ലൈന്റ് ഒത്തിരി കൂടുന്നു. കൗണ്ടിന്റെ നിലവാരം വളരെ കുറയുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് വളരെ കണ്ണുനീരോടുകൂടെ ആയി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും കുടുംബമായി ഞങ്ങൾ വളരെ വേദനയോടെ നിരാശയോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക ദൈവമക്കൾ അനേകിടങ്ങളിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായി കീമോ 8 എണ്ണം എടുക്കുവാൻ അതിനിടയിൽ എന്റെ ഷുഗറിന്റെ കൂടുതൽ കൊണ്ടും കൗണ്ടിന്റെ കുറവ് കൊണ്ടും എനിക്ക് കീമോ 2 എണ്ണം ചെന്നിട്ട് അവിടെ എടുക്കുവാൻ കഴിയാതെ പറഞ്ഞു വിട്ടു. പിന്നെയും ഡോക്ടർ പറയുന്ന സമയത്തിന് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ബ്ലഡ് ഒക്കെ എടുത്ത് അതിൻ്റെതായ കൗണ്ട് എല്ലാം നിലവാരം നോർമൽ ആയില്ലെങ്കിൽ എടുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ എന്നെ പറഞ്ഞു വിട്ട സാഹചര്യം 2 പ്രാവശ്യം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ കീമോ വളരെ ഇതായിട്ട് ദൈവം എടുക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം പിന്നെ കർത്താവ് ട്രീറ്റ്മെന്റ് നല്ലൊന്ന് ചിന്തിച്ച സാഹചര്യം പിന്നെയും ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇനിയും ജിജിക്ക് റേഡിയേഷൻ ഉണ്ട്, അതൊരു 20 റേഡിയേഷൻ എടുക്കണമെന്ന് എന്നോട് പറയുവാനിടയായി. ഞാൻ ചിന്തിച്ചു കർത്താവെ കീമോ എനിക്ക് സഹിക്കുവാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ ഞാൻ രാത്രി കാലങ്ങളിൽ ഒത്തിരി കരയുകയും ഒത്തിരി എനിക്ക് ഉറക്കമില്ല. രാത്രിയിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. ശരീരം ഭയങ്കര വേദന. കീമോയ്ക്കാണെങ്കിൽ കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് കൗണ്ടിന് വേണ്ടി ഇഞ്ചക്ഷൻ തന്നാണ് എനിക്ക് കീമോ എടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് രാവും പകലും ഒന്നും ഉറങ്ങുവാനോ കിട്ടലേക്ക് കിടക്കുവാനോ ഒന്നും കഴിയാതെ ഞാൻ വളരെ നിലവിലേക്ക് ദിവസത്തിൽ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞു കർത്താവെ എനിക്ക് ഇനി പറ്റുകയില്ല, എനിക്ക് ഒത്തിരി കഷ്ടപ്പെടുവാൻ എനിക്ക് വയ്യ, എന്നെ കർത്താവെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അന്നേരമൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവെ ധൈര്യം തരണമേ, ധൈര്യം തരണമേ, ധൈര്യം തരണമേ. കർത്താവ് എനിക്ക് ധൈര്യം തരാതെ മറ്റു ഒന്നും നടക്കുകയില്ലല്ലോ. അതിന് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ഇങ്ങനെ ഞാൻ പരാതികൾ പറഞ്ഞാൽ തന്നെ എനിക്ക് ധൈര്യം തന്നുകൊണ്ടിരുന്നതാണ് എന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി അനുഭവിച്ചറിയുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചത്. കീമോ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നീട് റേഡിയേഷൻ 1 മാസം അവിടെ താമസിച്ച് വേണം എനിക്ക് റേഡിയേഷൻ എടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ഞങ്ങൾ റേഡിയേഷന് വേണ്ടി കടന്നു പോകാനുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ ഞങ്ങൾ RCCയിലേക്ക് കടന്നുപോയി. പുറത്തൊരു റൂം എടുത്ത് റേഡിയേഷൻ നടക്കുവാനും അങ്ങനെ റേഡിയേഷന്റെ ഒരു 3 റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക്
വല്ലാത്ത ബുദ്ധിമുട്ട്. കാരണം എനിക്ക് റേഡിയേഷൻ തന്നതിലുള്ള മിസ്റ്റേക്ക് ആയിരുന്നു. അങ്ങനെ എന്റെ പിടലിയുടെ ഭാഗത്ത് ഈ ഒരു അല്ലെങ്കിൽ കഴുത്ത് മുതൽ താപ്പോട്ടുള്ള ഭാഗമല്ല റേഡിയേഷൻ ചെയ്യുമ്പോൾ ഈ പ്രയാസം വന്നവർക്കൊക്കെ എന്റേതായ ട്രീറ്റ്മെന്റിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറയാതെ അവർക്ക് മനസ്സിലാവുമല്ലോ. അത് ഞാൻ ചിന്തിച്ചു, കർത്താവെ, മൂന്നാമത്തെ റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അതായത് എനിക്ക് വെള്ളം പോലും കുടിക്കുവാൻ കഴിയുന്നില്ല. എന്റെ തൊണ്ടയില് നമ്മുടെ തുപ്പല് പോലും അങ്ങോട്ട് നിറങ്ങുവാൻ കഴിയാത്ത രീതി ഞാൻ ബുദ്ധിമുട്ടി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഇനി എനിക്ക് ഒട്ടും സഹിക്കുവാൻ കഴിയുന്നില്ല, എന്താണെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അങ്ങനെ എന്റെ തൊണ്ടയെല്ലാം പഴുത്തു. എനിക്കൊന്നും ആഹാരം ഇറക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി ചെന്ന് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇതേപോലെ റേഡിയേഷൻ തന്നതിലുള്ള അല്പം മിസ്റ്റേക്ക് ആണ്, അത് ഇനിയിപ്പം മരുന്ന് തരാം, അത് കഴിച്ചു കഴിയുമ്പോൾ മാറും, റേഡിയേഷൻ 20 എടുത്തെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 20 റേഡിയേഷനും സ്വർഗത്തിലെ ദൈവം എനിക്ക് എടുക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അനവധി കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെ കർത്താവ് നടത്തി വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും കർത്താവ് ഒരുക്കി തന്നു. അതായത് ഈ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ വേണ്ടുന്ന സാമ്പത്തിക വിഷയങ്ങൾ ഞാൻ ദിവസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച, കർത്താവെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ ഇതിന് വേണ്ടുന്ന പരിഹാരം കർത്താവ് ഒരുക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞു. ആരോട് പോലും ഒരു രൂപ പോലും ഞങ്ങൾ ചോദിക്കുവാൻ ഇടവരാതെ, ഹല്ലേലൂയ, ഞാൻ ഈ ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയപ്പോൾ, ഹല്ലേലൂയ, ഞാൻ ചിന്തിച്ചു, എനിക്ക് വേണ്ടി സഹായിക്കുകയും എനിക്ക് വേണ്ടി കരുതുകയും എന്നെ ഓർക്കുകയും ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി കടന്നു വരുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഹല്ലേലൂയ, ഞാൻ സ്നേഹിച്ചവരും എന്നെ സ്നേഹിച്ചവരും അനേക പ്രിയപ്പെട്ടവർ എന്റെ ഈ പ്രതിസന്ധി വേളയിൽ എന്നെ മറന്നു കളഞ്ഞു. ഞാൻ അതാണ് പലപ്പോഴും ഹൃദയത്തില് വളരെ ഭാരത്തോടെ കണ്ണുനീരോ ഒത്തിരി സ്നേഹിച്ച പ്രിയപ്പെട്ടവര്, എന്നെ സ്നേഹിച്ച ഒത്തിരി പ്രിയപ്പെട്ടവര് ഈ സന്ദർഭത്തിൽ എന്നെ മറന്നു കളഞ്ഞ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഹല്ലേലൂയ സ്നേഹിക്കാത്തവര്, ഞാൻ ഓർക്കാത്തവര്, ഞാൻ കാണാത്തവര് അനേക പ്രിയ സഹോദരങ്ങള് എന്നെ ഹല്ലേലൂയ ഈ ഒരു വിവരം ഗ്രൂപ്പുകളിലൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകൾ തന്ന് ഞങ്ങളെ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിച്ചു. ട്രീറ്റ്മെന്റ് വളരെ ഭംഗിയായി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. റേഡിയേഷന് വളരെ ഭംഗിയായി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അത് വലിയ ദൈവിക പ്രവൃത്തിയാണ്. ദൈവം ദോഷമായിട്ട് അതിന്റെ മധ്യത്തിൽ ഞാൻ പറയാനുള്ളത്, ഈ രോഗം എന്റെ ശരീരത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ പലപ്പോഴും ഒരു രാത്രി കാലങ്ങളിൽ ദൈവം ചില ദർശനങ്ങൾ എന്നെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രോഗത്തിന്റെ പ്രതിസന്ധിയിൽ തളർന്ന് ക്ഷീണിച്ചും പോകാതെ നിൽക്കുവാൻ ദൈവം സഹായിച്ചത്. ഞാൻ ഈ രോഗം വരുന്നതിന് മുന്നേ ഞാൻ ഒരു രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ദൈവം എന്റെ ഹല്ലേലൂയ ഹൃദയത്തിൽ ഒരു പാട്ട് തന്നു. ആ പാട്ട്, പാരിൽ പാർക്കും അല്പായുസിൽ പാരകൾ അധികം വേണ്ടി എന്നുള്ള ആ പാട്ട് പലതവണ ഞാൻ പാടിയ ദിവസത്തിൽ ഹല്ലേലൂയ രാത്രിയിൽ ഞാൻ ആരാധിക്കുന്ന ഒരു ദർശനം ഞാൻ കണ്ടു. അത് കഴിഞ്ഞാണ് എനിക്ക് ഈ രോഗം കടന്നു വരുന്നത്. ഞാൻ രാവിലെ എണീറ്റ് പാട്ട് പാടുവാൻ ഞാൻ ആഗ്രഹിച്ചെങ്കിൽ 1-2 വരിയെ എനിക്ക് പാടുവാൻ അറിയത്തുള്ളൂ. ഇവിടെ നിന്ന് ഞാൻ യൂട്യൂബിൽ കയറി പാട്ടെടുത്ത് പഠിച്ച് ഞാൻ അനവധി പ്രാവശ്യം ചർച്ചിലും പലയിടങ്ങളിലും ഞാൻ പാടുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. അതിനുശേഷമുള്ള ഹല്ലേലൂയ പ്രതിസന്ധിയാണ് ഈ രോഗത്തിൻ്റെതായി ഞാൻ അനുഭവിച്ച് അതിലൊക്കെ ദൈവം എനിക്ക് ബലപ്പെടുത്തിയത്. ഓരോ വചനത്തിലും പാട്ടിലും ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ, ഞാൻ ടീം എടുത്ത് കിടക്കുമ്പോൾ എന്നെ ദൈവം ബലപ്പെടുത്തിയ ഭജനങ്ങളൊക്കെ ദിവസത്തിൽ എനിക്ക് അനവധി പറയുവാനുണ്ട്. അതെല്ലാം കർത്താവ് ആ ഹല്ലേലൂയ സന്ദർഭങ്ങളിലെല്ലാം തളർന്നു പോകാൻ, ക്ഷീണിച്ചു പോകാതെ ദൈവം എന്നെ നിർത്തിയ ദൈവത്തിന്റെ വലിയ ദയക്ക് ഞാൻ എത്ര നന്ദിയുള്ളവളാണ്. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കും, ഞാൻ ഒരു ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്റെ മകളായി ജീവിച്ചവളാണെങ്കിൽ തന്നെയും എന്റെ ജീവിതത്തിൽ കർത്താവുമായിട്ട് എത്രത്തോളം ഞാൻ അടുക്കുവാൻ ഹല്ലേലൂയ സാഹചര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ഹല്ലേലൂയ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. എങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഒത്തിരി കർത്താവുമായിട്ട് അടുക്കുവാന്, ദൈവം എന്നോട് ഓരോ ഹല്ലേലൂയ അനുഭവങ്ങളിൽ സംസാരിക്കുവാന്, ഇടപെടുവാന്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, എന്റെ ബലം നിന്നിൽ പകരും, എന്റെ കൃപ നിന്നിൽ പകരും, അനേകർക്ക് ഒരു സാക്ഷ്യമായി നീ ഹല്ലേലൂയ മുന്നോട്ട് പോകേണ്ടവളാണെന്ന് ദൈവാത്മാവ് എന്നോട് പലവട്ടങ്ങളിലും സംസാരിച്ചുകൊണ്ട് പലപ്പോഴും ഹല്ലേലൂയ ദൈവാലോചന കർത്തൃവേലയിലായിരിക്കുമ്പോൾ അനവധി സഭകളിൽ കടന്നുപോയി ഹല്ലേലൂയ കർത്താവിന്റെ വേലകളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവദാസന്മാരെ സൂക്ഷിച്ച് വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ മകളെ, നിന്നെ കുറിച്ച് എനിക്ക് വലിയ ഉദ്ദേശമുണ്ട്, നീ എന്റെ സാക്ഷ്യവുമായി അനേക ഇടങ്ങളിൽ കടന്നു പോകുന്ന കർത്താവിന്റെ ദാസന്മാർ എന്നോട് പറയുമ്പോൾ ഞാൻ അന്നേരം എല്ലാം ചിന്തിക്കും, കർത്താവ് അവിടുത്തെ സാക്ഷ്യവുമായി ഞാൻ അനേകടങ്ങൾ കടന്നു പോകുമ്പോൾ ശുശ്രൂഷാപരമായ ഒരു സാക്ഷ്യമായിരിക്കുമല്ലോ എന്നിലെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഹല്ലേലൂയ ആ ഒരു അനുഭവം എന്റെ ഹൃദയത്തിൽ അങ്ങനെ ഞാൻ നിലകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. അങ്ങനെ എന്റെ ട്രീറ്റ്മെന്റ്, അതായത് കീമോയും റേഡിയേഷനും ഒക്കെ കർത്താവ് ഹല്ലേലൂയ വളരെ ഭംഗിയായി ചെയ്തു തന്നു. അതിനുശേഷം ഞാനിങ്ങനെ ആദ്യത്തെ ചെക്കപ്പ് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയുവാൻ ദിവസത്തിലിടയായി. ഹല്ലേലൂയ അതിന്റെ മനസ്സിന് ഭാരം, ജീവിതത്തിൽ ഭാരം, സകലത്തിലും ഭാരമായി ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തിയത്. അതായത്
ഹല്ലേലൂയ എനിക്ക് ദുബായിൽ ഒന്ന് കടന്നുപോയി വിസിറ്റ് ചെയ്യുവാന് അനേക സഭകളിൽ കടന്നുപോയി. അങ്ങനെ ഹല്ലേലൂയ ദൈവം എനിക്ക് ചെയ്ത വിടുതൽ അനേക സഭകളിൽ ഞാൻ ഹല്ലേലൂയ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ സാക്ഷ്യമായ ഒരുപാട് പ്രദേശത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ ഇവിടെ പറയുവാൻ കഴിയാതെ ദൈവം എനിക്ക് ദുബായിലേക്ക് കടത്തിവിട്ട് എന്റെ സാക്ഷ്യം പറഞ്ഞത് എന്നോട് ദൈവം നേരത്തെ അറിയിച്ച അല്ലെങ്കിൽ ദൈവിക ദൂതാണെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കി. നീ എന്റെ സാക്ഷിയുമായി അനേകിടങ്ങളിൽ കടന്നു പോകുന്ന പ്രദേശത്ത് കടന്നുപോയി അനേക സഭകളിൽ കടന്നുപോയി എന്റെ ഹല്ലേലൂയ ദൈവനെ വിടുവിച്ച എന്റെ ഹല്ലേലൂയ വിടുതലിന്റെ സാക്ഷി ഞാൻ പറയുവാനിടയായി. അതോടൊപ്പം തന്നെ ഞാൻ ഈ റേഡിയേഷന്റെ സമയത്തൊക്കെയും ഞാൻ ഹല്ലേലൂയ കീമോയ്ക്ക് ഹല്ലേലൂയ എനിക്ക് ആലയത്തിൽ ചെന്ന് ഇരിപ്പാൻ കഴിഞ്ഞില്ല. റേഡിയേഷൻ ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ ശനിയാഴ്ച തോറും ഫാസ്റ്റിനേജ് കടന്നു വരും. തിങ്കളാഴ്ച വെളുപ്പിനെയാണ് ഞങ്ങൾ വീണ്ടും റേഡിയേഷന് കടന്നു പോകുന്നത്. എന്നോട് ഹല്ലേലൂയ മക്കള് എല്ലാം പ്രിയപ്പെട്ടവരും കർദാസനും ഒക്കെ പറയും റൂമിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഹല്ലേലൂയ ഇമ്മ്യൂണിറ്റി പവർ ഇല്ല, ഇൻഫെക്ഷൻ ആവും, അതൊക്കെ എന്നെ പറഞ്ഞ് ഒത്തിരി ഭയപ്പെടുത്തുമായിരുന്നെങ്കിലും ഞാൻ റേഡിയേഷന്റെ സമയത്ത് ഞാൻ ആലയത്തിൽ ആരാധനയ്ക്ക് ഇറങ്ങി പോയിരിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ജനത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധനയുടെ മധ്യം ഞാൻ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. എന്നെ ഹല്ലേലൂയ വഴക്ക് പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ ഹല്ലേലൂയ അതൊന്നും കാര്യമാക്കാതെ ഞാൻ കർത്തദാസന്മാർ പലരും എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. വന്നിരിക്കുന്ന ആ സന്ദർഭങ്ങളൊന്നും ഞാൻ അതൊന്നും ഓർക്കാതെ ഞാൻ ചെന്നിരുന്നു. ഹല്ലേലൂയ ദൈവം അതിലെല്ലാം എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ കർത്താവ് അത്രത്തോളം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ അത് മാത്രമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ ഇരിമയാ പ്രവചനം 29:11 പറയുന്നത് പോലെ ഹല്ലേലൂയ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹല്ലേലൂയ നിരൂപണയിൽ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ അത് ഹല്ലേലൂയ ഹല്ലേലൂയ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടാകുന്നു എന്ന് ഹല്ലേലൂയ തിരുവചനം നമ്മളെ ബലപ്പെടുത്തുന്നത് പോലെ ജീവിതത്തിൽ വരുന്നതൊന്നും തിന്മയ്ക്കായിട്ടല്ല, ഹല്ലേലൂയ നന്മയ്ക്കായിട്ടാണ്. കർത്താവിന്റെ വേല ചെയ്യുന്നെങ്കിൽ അതിൽ വരുന്ന ഒരു തിന്മയും ഹല്ലേലൂയ അത് ഹല്ലേലൂയ കഷ്ടതയിലേക്ക് നമ്മളെ നടത്തി തകർത്ത് കളവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവവേലയിൽ ഹല്ലേലൂയ ഞാൻ കഴിഞ്ഞ നാളുകളായിരുന്നതിൽ അപ്പുറമായി ഈ രോഗത്തിന്റെ പ്രതിസന്ധിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഞാൻ വളരെ ആത്മാർത്ഥതയോടെ എനിക്ക് ഹല്ലേലൂയ വാട്സപ്പ് ഗ്രൂപ്പുകൾ അനവധിയുണ്ട്. ഞാൻ ഹല്ലേലൂയ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ ചില പ്രിയപ്പെട്ടവര് 11 പേരോളം ഞങ്ങൾ അതിലുണ്ട്. അതിൽ ഞങ്ങൾ ഹല്ലേലൂയ വളരെ ആത്മാർത്ഥതയോടെ ആഴ്ചതോറും ഓരോ ഭവനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ടവർ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ അതിൽ ബൈബിൾ ക്വിസ് ആഴ്ചതോറും ഞാൻ ഇടുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ആത്മാർത്ഥതയോടെ നടത്തുന്നു. അതിന് ഹല്ലേലൂയ അതിലും ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അതുപോലെ ഞാൻ ഹല്ലേലൂയ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ ചർച്ചകളിലൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ ബൈബിൾ ക്വിസും ഹല്ലേലൂയ ചെയിൻ പ്രയറുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോരുന്നു. സഹോദരി സമാജത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥതയോടെ കടന്നു പോകുന്നു. ഈ രോഗം വരുന്നതിന് മുന്നേ ഞാൻ ഹല്ലേലൂയ ചെയിൻ പ്രയർ എന്ന ഒരു കാര്യം ഞാൻ ഞങ്ങളുടെ സഹോദരി സമാജത്തില് ശൂരനാട് ബീച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭമായിരുന്നു. എനിക്ക് ഹല്ലേലൂയ രോഗം കടന്നു വന്നത്. ഹല്ലേലൂയ അത് കുറച്ച് നാളത്തേക്ക് പിന്നീട് ചെയ്യുവാൻ കഴിയാതെ ആയിരുന്ന സന്ദർഭത്തിൽ വീണ്ടും ഞാൻ ഹല്ലേലൂയ കഴിഞ്ഞ ഹല്ലേലൂയ മാസം മുതൽ വീണ്ടും ഹല്ലേലൂയ ചെയിൻ പ്രയർ റീജിയന്റെ ഗ്രൂപ്പായിട്ട് അങ്ങനെ നടത്തുവാൻ ഞങ്ങളുടെ സഭകളുടെയൊക്കെയും വിഷയങ്ങൾ ഏറ്റെടുത്ത് ഗ്രൂപ്പിലിട്ട് ദൈവമക്കളുമായി ഹല്ലേലൂയ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവാവസരങ്ങളെ തന്നുകൊണ്ട് പോയിരിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവം തരുന്ന ആയുസ് ഹല്ലേലൂയ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എത്രയോ ഒരു രോഗമില്ലാത്ത പ്രയാസമില്ലാത്ത ഹല്ലേലൂയ എത്രയോ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ നിമിഷം പ്രതി ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ ഹല്ലേലൂയ ദൈവം തരുന്ന ആയുസ് എത്രത്തോളം തരുന്നു അത്രത്തോളം ആയുസ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് രോഗമുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല. കർത്താവ് തരുന്ന സമയം ആയുസ് മൊത്തം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ ആഗ്രഹവും ലക്ഷ്യമാണ്. അത് ഹല്ലേലൂയ ശത്രുവാൻ മനസ്സിലാക്കി ഒരു പ്രയാസം മാറുമ്പോൾ മറ്റൊരു പ്രയാസം, ഒരു പ്രതിസന്ധി മാറുമ്പോൾ മറ്റൊരു പ്രതിസന്ധി കടന്നു വരുന്നു. കർത്താവ് ഇത്രത്തോളം ഞങ്ങൾ നടത്തുന്നു. അത് മാത്രമല്ല അതൊന്നും പുഴുവാനോ പറയുവാനില്ല. എങ്കിലും കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കുന്നു. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവിന്റെ ദാസനും അല്പ ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ദൈവം വിടുതൽ കൊടുത്തു. ഹല്ലേലൂയ ദൈവമക്കളെ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായ ഹല്ലേലൂയ ഹല്ലേലൂയ അറിയുന്ന ദൈവമക്കളുടെ ഇടങ്ങളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷാമുഖത്ത് കർത്താവ് ഹല്ലേലൂയ എപ്രകാരം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ഒരുങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ തലമുറകളിലൂടെ കർത്താവ് പ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം കർത്താവ് വെളിപ്പെടുത്തട്ടെ. ഒന്നിനാലും നിരാശപ്പെട്ടു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് തരുന്ന സമയം സന്ദർഭം മൊത്തം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ എന്നെ പോലെ ഹല്ലേലൂയ രോഗം
രോഗങ്ങൾ കഴിയുന്ന അനേക സഹോദരിമാർ, അനേക പ്രിയപ്പെട്ടവര് അല്ലേലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന് എനിക്കറിയാം. അല്ലേലുയ, അല്ലേലുയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്നതൊന്നും നമ്മളെ തകർത്ത് കളയുവാനല്ല. നാം ദൈവമായിട്ട് അല്ലേലുയ, അല്ലേലും ഈ ലോക അല്ലേലുയ ആവശ്യങ്ങൾക്ക്, ഈ ലോക വിഷയങ്ങൾക്ക് നമ്മുടെ സമയങ്ങൾ വേർതിരിപ്പാനല്ല. അല്ലേലും ഒരു നിത്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ നിത്യത നമ്മൾ ഹല്ലേലുയ, ഹല്ലേലുയ പ്രാപിപ്പാൻ തക്കവണ്ണം ഹല്ലേലുയ കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, പ്രതിസന്ധിയില്ലാത്ത ഒരു രാജ്യം നമ്മൾക്ക് വേണ്ടി കർത്താവ് ഒരു ഹല്ലേലൂയ സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. ആ സ്ഥലത്തേക്ക് നമ്മൾ ഒരുങ്ങുവാൻ വാഞ്ചയോടെ, പ്രാർത്ഥനയോടെ, ലഭിക്കുന്ന നിമിഷങ്ങൾ മടുത്തു പോകാതെ, പലപ്പോഴും ഒത്തിരി അസ്വസ്ഥതകൾ ശരീരത്തിൽ ഉണ്ടായാൽ പോലും ഞാൻ ഒരു മീറ്റിങ്ങിൽ കഴിവുള്ളിടത്തോളം ഞാൻ മുടക്കാറില്ല. ഹല്ലേലൂയ. അവിടെ ഞാൻ കടന്നു പോകുമ്പോൾ ശത്രുവായവൻ ഹല്ലേലൂയ അവൾക്ക് എത്ര വയ്യാഞ്ഞിട്ട് അവൾ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നു എന്നുള്ളത് അവിടെ എന്നെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ശബ്ദത്തോട് ഒത്തിരി എന്നെ ഹല്ലേലൂയ വെല്ലുവിളിക്കുന്ന അനുഭവങ്ങളുണ്ട്. തൈറോയിഡിന്റെ പ്രയാസമുണ്ട്. പലപ്പോഴും ഞാൻ ചർച്ചിലൊക്കെ പാട്ട് പാടുമ്പോഴൊക്കെ വളരെ ഹല്ലേലൂയ എന്റെ ശബ്ദത്തോട് പ്രയാസം നേരിട്ടുവെങ്കിലും ഞാൻ ഹല്ലേലൂയ അതൊന്നും ഹല്ലേലൂയ അതെനിക്ക് നേരിട്ടുകൊണ്ടിനി ഞാൻ പാടാതിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെയും ഇരട്ടി ബലത്തോടെ, ശക്തിയോടെ എനിക്ക് പാടുവാൻ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. കർത്താവ് തരുന്ന നിമിഷങ്ങളെല്ലാം വളരെ ആത്മാർത്ഥതയോടെ കർത്തൃവേലയിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തെയും ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഹല്ലേലൂയ എന്റെ ഹല്ലേലൂയ സാക്ഷ്യഭാവം കേൾക്കുന്ന പ്രിയ ദൈവമക്കള്, പ്രത്യേകം ഞാൻ ഹല്ലേലൂയ സാക്ഷ്യം പറയുവാൻ ഹല്ലേലൂയ ഞാൻ പലപ്പോഴും എന്നോട് പല പ്രിയപ്പെട്ടവരും പറയാറുണ്ട്. ഹല്ലേലൂയ ഇങ്ങനെ പല ഗ്രൂപ്പുകളിലും സാക്ഷ്യം പറയുവാൻ അവസരമുണ്ടല്ലോ, കർത്തദാസി സാക്ഷ്യം പറയണമെന്ന് ഞാൻ അന്നേരം അവരോട് പറയാറുണ്ട്. എനിക്ക് സാക്ഷ്യം കർത്താവ് ഹല്ലേലൂയ ഒരുക്കി തരട്ടെ. അന്നേരം ഞാൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി എന്നെ വിളിച്ച് എനിക്ക് എന്നോട് സാക്ഷ്യം പറയുവാന് അവസരം ദൈവം ഒരുക്കി തരട്ടെ. അന്നേരം ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ ഹല്ലേലൂയന്റെ സാക്ഷ്യം ഞാൻ അവരോട് പറയുവാൻ ദൈവം എനിക്ക് ഹല്ലേലൂയ അവസരം തരുമെന്ന് പറയുവാനിടയായി. അങ്ങനെ ഒരു അവസരമാണ് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുങ്ങിയത്. ഹല്ലേലൂയ പ്രിയ ആന്റിയെ ഹല്ലേലൂയ പരിചയപ്പെടുവാന് കർത്താവിന്റെ ദേവാസിയിലൂടെ ദൈവം അവസരം ഒരുക്കി. അങ്ങനെ ഹല്ലേലൂയ പ്രിയ ഹല്ലേലൂയ ബിനാന്റിയുമായി ഹല്ലേലൂയ കോണ്ടാക്ട് ചെയ്തിടത്തോളം ഹല്ലേലൂയ ആത്മബന്ധത്തിൽ ഹല്ലേലൂയ കടന്നുവാൻ സ്വർഗ്ഗത്തിലും ഇടയാക്കിയല്ലോ. തുടർന്ന് അനേകർക്ക് ഹല്ലേലൂയ എന്റെ ജീവിതത്തിന് സാക്ഷ്യം ഒരു വിടുതലായി നമുക്ക് തരുന്ന ആയുസ്സും ആരോഗ്യം, ഈ ലോകത്തുള്ള കഷ്ടതകൾ, വേദനകൾ, രോഗങ്ങളൊക്കെ മറന്ന് കർത്താവിന് വേണ്ടി വേർതിരിച്ചവരെങ്കിൽ ആ വേല ചെയ്ത് പൂർത്തീകരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന പ്രിയാന്റിയോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ സാക്ഷ്യത്തിൽ ഞാൻ ഹല്ലേലൂയ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ജിജി സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം. അതെ, സാക്ഷ്യം പറയാത്ത സ്ഥാനത്ത് ദൈവം സാക്ഷ്യമായിട്ട് എഴുന്നേൽപ്പിച്ചു. ആദ്യമായിട്ടാണ് ആന്റി ഞാൻ സാക്ഷി പറയുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം തന്റെ ജീവിതത്തിന്റെ വിവിധ നിലകളിലൂടെ കർത്താവ് നടത്തിയ വിധങ്ങൾ സാക്ഷിക്കുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ഓരോ നിലയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് അറിയാതെയല്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഏറെ ഗുണമായി. ഇന്ന് ദൈവത്തിന്റെ ദാസിയുടെ ജീവിതത്തിലും ഈ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിങ്കൽ ദൈവത്തിന്റെ കൃപ തന്റെ ദാസി ഇത്രത്തോളം ചുറ്റി പരിപാലിച്ചല്ലോ. രോഗങ്ങളുടെ നടുവിൽ തകർന്നു പോകേണ്ട സ്ഥാനത്ത് തകർന്നു പോകാതെ, തളർന്നു പോകാതെ, ആ നിരുത്സാഹപ്പെട്ടു പോകാതെ, ഇത്രയും വയ്യാഞ്ഞിട്ടും അവള് പ്രാർത്ഥനയ്ക്ക് വരുന്നല്ലോ എന്ന് നിന്ദിക്കുന്നവരുടെ മുൻപിൽ എൻകറേജ് ചെയ്യേണ്ട വ്യക്തി ജീവിതങ്ങൾ, ഹൃദയത്തെ തകർത്തുടയ്ക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടും തകരാതെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് തുണയായി നിൽക്കുന്നുവല്ലോ. ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ തന്റെ ദാസിയുടെ മേൽ ഇതുവരെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്ന് കർത്താവ് ശക്തമായി, അതിശക്തമായി കർത്താവിന് വേണ്ടി അനേകായിരങ്ങളുടെ മുൻപിൽ ഒരു വലിയ സാക്ഷിയായി നിൽപ്പാൻ കർത്താവിന്റെ വരവ് ആമേൻ അടുത്തിരിക്കുകയാണ്. അനേകരെ കർത്താവിനെ കണ്ടിപ്പിക്കുവാൻ, ആദായകരമാകത്തക്ക നിലയിൽ അനേകരെ കർത്താവിനെ കണ്ടിപ്പിക്കുവാൻ ഈ സാക്ഷ്യം ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ അഭിഷിക്ത വൃത്തിക്ക് വേണ്ടി ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ, ഇത്രത്തോളം നിർത്തിയല്ലോ. അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കായി തന്റെ ദാസിയെ നീ ശക്തമായി ഉപയോഗിക്കണമേ. കൊടുത്ത രോഗസൗഖ്യത്തിനായി സ്തോത്രം, കൊടുത്ത ആരോഗ്യത്തിനായി സ്തോത്രം, കൊടുത്ത വിടുതലിനായി സ്തോത്രം. കർത്താവ് ഈ സാക്ഷ്യം അനേകരിൽ എത്തപ്പെടുമ്പോൾ ഇത് കേൾക്കപ്പെടുന്ന ആമേൻ ഇതേപോലെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന
ആമേൻ, നിരാശയുടെ നടുവിൽ മരണം മാത്രം കാംക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് മുൻപിൽ ദാസിയെയും കർത്താവിന്റെ ദാസിനെയും കുഞ്ഞുങ്ങളെയും ശക്തമായി കർത്താവിന്റെ നാമത്തിന് മഹിമയ്ക്കായി പിന്നെയും ഉപയോഗിച്ചാട്ടെ. ഇന്ന് പകൽ വേള ഞങ്ങൾ ഒരുമിച്ച് തന്റെ ദാസിയെയും കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.